ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നടക്കുന്ന മാറ്റങ്ങൾ. മിഡിൽ ഈസ്റ്റ് മേഖലയിൽ സൗദി അറേബ്യ സെൻട്രിക് ആയിട്ടൊരു ജിയോ പൊളിറ്റിക്കൽ ചേഞ്ച് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു മാരിടൈം ഡിഫൻസ് സെക്യൂരിറ്റി, അതാണ് സൗദി അറേബ്യ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് സൗദി അറേബ്യ ഈ മാരിടൈം ഡിഫൻസ് സെക്യൂരിറ്റി സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനകത്ത് 14 രാജ്യങ്ങൾ ഓൾറെഡി തന്നെ സൈൻ ചെയ്ത് കഴിഞ്ഞു. 46 രാജ്യങ്ങൾക്കാണ് ഇൻവിറ്റേഷൻ അയച്ചത്. അതിൽ 14 രാജ്യങ്ങൾ സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇതിനകത്ത് പാകിസ്ഥാനുമുണ്ട്, ബംഗ്ലാദേശുമുണ്ട്. ഇതൊരു സൈഡിൽ ഈ 14 രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ 14 രാജ്യങ്ങളുടെ പേര് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുവൈറ്റ്, ബഹ്റൈൻ, അങ്ങനെ ഈ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ കിടക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ, ഇസ്ലാമിക് രാജ്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഇതിനകത്ത് 2 രാജ്യങ്ങൾ ഒപ്പുവെച്ചിട്ടില്ല. ഒന്ന് UAE, 2 ഒമാൻ. ഈ 2 രാജ്യങ്ങളും എന്തുകൊണ്ടാണ് ഒപ്പുവെക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, UAE അവരുടെ ഫ്രീ ഫോറിൻ പോളിസി, അതാണ് ഇപ്പോൾ നിലവിൽ അവർ മുന്നോട്ട് വെക്കുന്നത്. ഈ ഒരു ഇടപ്പെട്ട കാലത്തുണ്ടായ ഒരു മാറ്റമാണത്. അതുപോലെ ഒമാനും ന്യൂട്രൽ നിലപാടാണ് അവരുടേത്. അപ്പോൾ അതുകൊണ്ട് ആ ന്യൂട്രൽ പൊസിഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് അവരും ഈ സൗദി അറേബ്യ മുന്നോട്ട് വെച്ച ഈ മാരിടൈം ഡിഫൻസ് സെക്യൂരിറ്റി കമ്മിറ്റിയിൽ ചേരുന്നില്ല. പിന്നെ അത് ബംഗ്ലാദേശിൻ്റെയും പാകിസ്ഥാൻ്റെയും താല്പര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യ സെൻട്രിക്. UAE, ഇന്ത്യ, അമേരിക്ക, ഇസ്രായേൽ, അതിനോടൊപ്പം ഒമാനും ചേർന്നേക്കാം. അപ്പം ഇങ്ങനൊരു ജിയോ പൊളിറ്റിക്സ് രൂപപ്പെടുന്നുണ്ട്. ഇത് കുറേ കാലമായി തുടങ്ങിയിട്ട്. അപ്പം സൗദി സെൻട്രിക് ഒരു ഗ്രൂപ്പ് ഫോം ആകുന്നുണ്ട്. അതുപോലെ തന്നെ I2U2 ഉൾപ്പെടെ, അതിനോടൊപ്പം ഇസ്രായേലും ഒപ്പം ചേർന്നുകൊണ്ട് UAE, ഒമാൻ, അതേപോലെ തന്നെ സൈപ്രസ്, ഗ്രീസ്, ഇത്തരത്തിലുള്ള രാജ്യങ്ങളൊക്കെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് അർമേനിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഒരു സെക്ട് മറ്റൊരു രീതിയിൽ രൂപപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാൻ സെൻട്രിക് ആയിട്ട് മറ്റൊരു കൂട്ടർ, അതായത് ഈ ഷിയ ബിലീവ് സിസ്റ്റത്തിലുള്ള കുറച്ച് രാജ്യങ്ങൾ ഒത്തുചേർന്നുകൊണ്ട് അതൊരു ഇറാൻ സെൻട്രിക് ആയിട്ട് മറ്റൊരു രീതിയിൽ ഒരു ചേരിതിരിവ് അവിടെയും രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ മാറി വരുന്ന ജിയോ പൊളിറ്റിക്കൽ അന്തരീക്ഷം ഇതാണ്. ഈ സൗദി അറേബ്യ ഈ മാരിടൈം ഡിഫൻസ് സെക്യൂരിറ്റി ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഇപ്പം പാകിസ്ഥാൻ നോക്കൂ. പാകിസ്ഥാൻ്റെ അടുത്ത് നിന്ന് അവർക്ക് ഏറ്റവും കൂടുതൽ മിലിറ്ററി പേഴ്സണെ ഹയർ ചെയ്യാൻ പറ്റും. ഇത് നമ്പർ 1. ബംഗ്ലാദേശിൻ്റെ താല്പര്യം എന്താണ്? ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ ശരിക്കും 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ശശി തരൂർ പറഞ്ഞ ഒരു വിഷയമാണ് നമ്മളിവിടെ ശ്രദ്ധേയമായിട്ട് നോക്കി കാണേണ്ടത്. പ്രത്യേകിച്ച് ഈ ബംഗ്ലാദേശ് ഇന്ത്യക്കൊരു ഭീഷണിയായി മാറും. പ്രത്യേകിച്ച് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഈ ബംഗ്ലാദേശ് ഒരു തലവേനയായി മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് ശശി തരൂർ പറഞ്ഞിട്ടുണ്ട്. ശശി തരൂർ ചെറിയ ആളല്ല. ശരിക്കും ഇതിനു മുമ്പ് നമ്മുടെ ഫോറിൻ മിനിസ്ട്രിയിൽ കൃത്യമായിട്ട് UN പെർമനന്റ് മെമ്പറായിട്ട് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തിരുന്ന വ്യക്തിയാണ് ശശി തരൂർ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റ് അത്ര ലാഭകത്തോടെ തള്ളിക്കളയേണ്ട ഒരു വിഷയമല്ല. തീർച്ചയായിട്ടും അത് ഇന്ത്യയുടെ ഫോറിൻ മിനിസ്ട്രി പഠനവിധേയമാക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ എന്തായാലും ബംഗ്ലാദേശിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ത്യക്കെതിരെ, അതായത് ഭാവിയിൽ ഇന്ത്യ കൂടുതൽ സമ്മർദ്ദം ബംഗ്ലാദേശിൻ്റെ മേളിൽ അടിച്ചേൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി എന്തെങ്കിലും നടപടികൾക്ക് മുതിർന്ന ഒരു പശ്ചാത്തലത്തിലോ ഇന്ത്യയെ കൗണ്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ, അതേപോലെ തന്നെ മുസ്ലിം രാജ്യങ്ങളുടെ സപ്പോർട്ട് വളരെ വളരെ അനിവാര്യമാണെന്ന് കരുതിക്കൊണ്ടാണ് ബംഗ്ലാദേശ് ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുത്തിരിക്കുന്നത്. അതേസമയം മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾ, അതേപോലെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ ബംഗ്ലാദേശിനെ നോക്കിക്കാണുന്നത് ഒരു അഡീഷണൽ നമ്പർ എന്നുള്ള നിലയിൽ മാത്രമാണ്. അതേസമയം പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ മിലിറ്ററി പേഴ്സണൽസിനെ അവർക്ക് ഹയർ ചെയ്യാൻ പറ്റും. പക്ഷേ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാൻ പവർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് യുവാക്കളെ അവർക്ക് മറ്റു പല മാർഗങ്ങളിലൂടെ യുദ്ധമുഖത്തേക്ക് എത്തിക്കാനുള്ള സാഹചര്യം അവർ നോക്കും, ഉറപ്പാണ്. അപ്പോൾ ഇവിടെ ഈ 14 രാജ്യങ്ങൾ ഒപ്പിട്ടപ്പോഴത്തേക്കും സൗദി അറേബ്യയ്ക്ക് എന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, സൗദി അറേബ്യയുടെ ആ ഒരു ലെജിറ്റിമസി, അറബ് രാജ്യങ്ങളുടെ നേതാവ് എന്നുള്ള നിലയിൽ കിട്ടുന്ന ആ ഒരു ലെജിറ്റിമസി നിലനിർത്താൻ കഴിയുന്നു. അതുപോലെ തന്നെ ഡിഫൻസ് മാരിടൈം സെക്യൂരിറ്റി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇൻ്റലിജൻസ് ഷെയറിങ്, അതേപോലെ ഡിഫൻസ് ഷെയറിങ്, അതുപോലെ സെക്യൂരിറ്റി മെഷേഴ്സ് ഉറപ്പുവരുത്താനും, അതുപോലെ ഇവരുടെ മിലിറ്ററി പരേഡുകൾ, ജോയിൻറ്റ് മിലിറ്ററി പരേഡുകൾ, ഓപ്പറേഷൻസ്, അതേപോലത്തെ വിഷയങ്ങളൊക്കെ നടത്താനും ഇതിനകത്ത് വകുപ്പുണ്ട്. അതുമാത്രമല്ല, സൗദി അറേബ്യ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്ത് നിൽക്കുന്നത് ഹൂത്തികളെയാണ്. ഹൂത്തികളെ യമനിലേക്ക് സൗദി അറേബ്യ ഇറങ്ങാന്ന് പറഞ്ഞാൽ, ഗ്രൗണ്ട് ഫോഴ്സുമായിട്ട് ഇറങ്ങാന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയ്ക്ക് വലിയ രീതിയിലുള്ള സപ്പോർട്ട് ആവശ്യമുണ്ട്. ഇപ്പം നിലവിൽ സൗദി അറേബ്യ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ബാബൽ മന്ദേബ്. കാരണം സ്റ്റേറ്റ് ഓഫ് ഹോർമോസ് ഓൾറെഡി തന്നെ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇറാന്റെ പെർമിഷൻ മസ്റ്റാണ്. അവിടെ അമേരിക്കയ്ക്ക് ഉദ്ദേശിച്ചതുപോലെയുള്ള ഡെവലപ്മെന്റ്സ് ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല.
അവിടെ ആക്രമണം നടത്തുമെന്നും നടത്തുന്നില്ല എന്നും ഡിലേ ചെയ്തുകൊണ്ടുള്ള പ്രസ്താവനകളുമായിട്ട് ട്രംപ് മുന്നോട്ട് വന്നിട്ടുണ്ട്. ആക്രമണം നടത്തുമെന്ന് ആദ്യം പറഞ്ഞിരുന്നു, പിന്നീട് നടത്തുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ഇറാനുമായിട്ടുള്ള ഡീൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം ഒരു കൺക്ലൂഷനിൽ എത്തുന്ന ലെവലിൽ ആണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതെന്ന് പറയുന്നുണ്ട്. ഒരു ഉറച്ച തീരുമാനമില്ലാതെ മുന്നോട്ട് പോകുന്ന ട്രംപിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഡിപ്പെൻഡൻസി ഇല്ലാതെ തന്നെ അറബ് രാജ്യങ്ങളുടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഈ മാരിടൈം ഡിഫൻസ് സെക്യൂരിറ്റി സിസ്റ്റം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ മനസ്സിലായല്ലോ. ഇതാണ് സൗദി അറേബ്യ ഉദ്ദേശിക്കുന്നത്. അതായത് ആ പവർ പൊളിറ്റിക്സിൽ തീർച്ചയായിട്ടും അറബ് മേഖലയിൽ സൗദി അറേബ്യ തന്നെയാണ് വീണ്ടും ആ ഒരു ലീഡർഷിപ്പ് ലെജിറ്റിമസി കൊണ്ടുപോകേണ്ടത് എന്നുള്ള വിഷയം വീണ്ടും ആവർത്തിച്ച് ഉറപ്പിക്കാനാണ് സൗദി അറേബ്യ ശ്രമിക്കുന്നത്, MBS ശ്രമിക്കുന്നത്. ഇവിടെ ക്ലിയർ കട്ടായിട്ട് ഇന്ത്യ അതർ സൈഡിൽ പ്ലേസ് ചെയ്യപ്പെടുകയാണ്. ഇത് ഐമാക് കോറിഡോറുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുമ്പോൾ മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ളൊരു ഓപ്പോസിഷൻ രൂപപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. നിലവിൽ നമുക്കിതൊന്നും തന്നെ വായിച്ചെടുക്കാൻ കഴിയില്ല. ആ ഒരു സമയത്ത് സൗദി അറേബ്യയും നമ്മളെ എതിർക്കും, അതേപോലെ തന്നെ തുർക്കിയും നമ്മളെ എതിർക്കും. അപ്പോൾ ആ സാഹചര്യത്തിൽ ഐമാക് കോറിഡോറിനെ സപ്പോർട്ട് ചെയ്യുന്നത് UAE, ഇസ്രായേൽ, ജോർദാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളായിരിക്കും. അപ്പോൾ ഇവിടെയാണ് സൗദി അറേബ്യയിലേക്കുള്ള ഇൻഫ്ലുവൻസ് ഇന്ത്യ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് നീക്കാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യയുമായിട്ട് ഒരു ചർച്ച ഓൾറെഡി തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഐമാക് കോറിഡോർ നമ്മൾ പ്രപ്പോസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു സമയത്ത്, ആ ഒരു സാഹചര്യത്തിൽ സൗദി അറേബ്യയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഐമാക് കോറിഡോർ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ക്ലോസ്ഡ് ആണ്. അവിടെ ഞാൻ പറഞ്ഞതുപോലെ ഇറാൻ അവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് ഇപ്പുറത്ത് യാൻബു പൈപ്പ് ലൈൻ ത്രൂ ആണ് എണ്ണ കയറ്റുമതി ചെയ്ത് ബാബൽ മന്ദേബിലൂടെയാണ് ഇപ്പോൾ ചരക്ക് ഗതാഗതം, അതുപോലെ തന്നെ എണ്ണ കയറ്റുമതി ഇറക്കുമതിയൊക്കെ സൗദി അറേബ്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹൂത്തികൾ ഇപ്പം ഈ ഒരു ബാബൽ മന്ദേബ് എന്ന് പറഞ്ഞ ഈ റൂട്ടും തടയുകയാണ്. ഈ റൂട്ട് തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ സൗദി അറേബ്യയ്ക്ക് ഒരു ബ്രെത്ത് ടേക്കിംഗ് മൊമെൻ്റ് ആണത്. കാരണം അതോടുകൂടി സൗദി അറേബ്യയുടെ കച്ചവടം പൂട്ടുകയാണ്. അപ്പോൾ അത് ശരിക്കും ഒരു ക്രൂഷ്യലായിട്ടുള്ളൊരു പോയിൻ്റാണ്. അവിടെയാണ് ഒരു നെക്ക് പോയിന്റിൽ സൗദി അറേബ്യ ഹൂത്തികൾക്ക് മേലുള്ള ആക്രമണം നടത്താൻ, ഫോഴ്സ്ഫുള്ളി ആക്രമണം നടത്താനുള്ള സാഹചര്യം അവിടെ രൂപപ്പെടുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ആക്രമണം നടന്നാൽ ഈ ഒപ്പുവെച്ച 14 രാജ്യങ്ങളും സൗദി അറേബ്യയെ സപ്പോർട്ട് ചെയ്യുമെന്ന് സൗദി അറേബ്യ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ മാരിടൈം ഡിഫൻസ് സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്നത് ഓക്കെയാണ്. പക്ഷേ ഈ രാജ്യങ്ങളെല്ലാം തന്നെ അത്രത്തോളം മിലിറ്ററി മൈറ്റി അഥവാ മിലിറ്ററി പവർ കപ്പാസിറ്റി ഉള്ള രാജ്യങ്ങളാണോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഹൂത്തികൾ വളരെ പവർഫുള്ളാണ് ബാബൽ മന്ദേബ് റീജിയനിൽ. അത് ഇതിനു മുമ്പും അവർ പലതവണ തെളിയിച്ചിട്ടുണ്ട്. അവിടെ അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രായേലോ ഏതെങ്കിലും മാർഗങ്ങളിലൂടെ ആക്രമണങ്ങൾ നടത്തിയാൽ മാത്രമേ ഹൂത്തികളെ ഒരു ചെറിയ രീതിയിലെങ്കിലും സപ്രസ് ചെയ്യാൻ സാധിക്കൂ. അമേരിക്ക ഒരു 6 മാസത്തിന് മുമ്പ് അവിടെ ചെന്ന് ആക്രമണം നടത്തിയിട്ട് ശരിക്കും അവിടെ നിന്ന് വിതൗട്ട് ഒരു പ്രോപ്പർ എഗ്രിമെൻ്റ് ഇല്ലാതെ തന്നെ അവിടെ നിന്ന് മടങ്ങി പോകേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ഹൂത്തികൾ ഞങ്ങളുമായിട്ട് സംസാരിച്ചു, ഞങ്ങൾക്ക് വാഗ്ദാനം നൽകി എന്നൊക്കെ ട്രംപ് പറയുകയുണ്ടായി. പക്ഷേ ഓപ്പണായിട്ട് അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റുകളും ഓപ്പണായിട്ട് അത്തരത്തിലുള്ള ഒരു ഡോക്യുമെൻറ്റും അവൈലബിൾ അല്ല. മീൻസ് നോ എഗ്രിമെൻറ്റ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ, കാരണം ആ ടെറൈൻ, ഈ ഹൂത്തികൾ താമസിക്കുന്ന അല്ലെങ്കിൽ അവർ കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന ആ ഒരു ടെറൈൻ ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത ടെറൈനാണ്. ആ ടെറൈനിൽ ആ ലോക്കൽ ട്രൈബൽ പീപ്പിളിന് മാത്രമേ ആ സ്ഥലങ്ങളെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉള്ളൂ. അത് തന്നെയാണ് മെയിനായിട്ടുള്ള പരാജയം. ഈ സൗദി അറേബ്യ ഉള്ളിൽ അവരുടെ ഫോഴ്സിനെ ഇറക്കിയാൽ തന്നെയും ഇതിനു മുമ്പ് യുദ്ധം നടന്ന സമയത്ത് സൗദി അറേബ്യ, UAE, പാകിസ്ഥാൻ എല്ലാം തന്നെ ചേർന്ന് അവിടെ ഇപ്പോൾ യുദ്ധം നടത്തിയ സമയത്തും വളരെ വിജയകരമായിട്ട് അവിടെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ടെറൈനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതാണ്. അപ്പോൾ ഇതാണ് സൗദി അറേബ്യ നേരിടുന്ന വെല്ലുവിളി. അപ്പോൾ ആ വെല്ലുവിളിക്ക് കുറച്ചുകൂടെ സപ്പോർട്ട് കിട്ടുന്ന രീതിയിലാണ് സൗദി അറേബ്യ ഇപ്പം ഈ ഒരു മാരിടൈം ഡിഫൻസ് സെക്യൂരിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. ഇനി ഇസ്രായേലിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നഫ്താലി ബെന്നറ്റ് ഓപ്പോസിറ്റ് പാർട്ടി ലീഡറാണ്. പുള്ളിക്കാരൻ അടുത്ത ഇലക്ഷനിൽ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഖത്തറിനെ ഒരു മെയിൻ വിഷയമായിട്ട് അവിടെ ഉള്ളിൽ ചിത്രീകരിക്കുന്നുണ്ട്. ഖത്തർ നമ്മളുടെ എനിമീസാണ്. അവർ അൽ ജസീറ ത്രൂ ഇസ്രായേലിനെതിരെ ആൻറ്റി സൈനിസ്റ്റ് പ്രൊപ്പഗണ്ടയാണ് അവർ മൊത്തത്തിൽ അടിച്ചിറക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഖത്തറിനെ നമ്മളുടെ ഒപ്പോണന്റ് സൈഡിലാണ് നിർത്തേണ്ടത്, അല്ലാതെ നമ്മളുടെ ഫ്രണ്ട്ലി രാജ്യമായിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുവരേണ്ടതില്ല എന്നൊക്കെയാണ് നഫ്താലി ബെന്നറ്റ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. മീഡിയ നറേറ്റീവ് അത് പല രീതിയിലും നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. ഇപ്പോൾ ഈ നീറ്റ് സമരം നടന്നപ്പോൾ തന്നെ ഗ്ലോബൽ മീഡിയ അതിനെ എങ്ങനെയാണ് നറേറ്റ് ചെയ്തത്, പ്രത്യേകിച്ച് വാഷിങ്ടൺ പോസ്റ്റ് പോലത്തെ വളരെ പ്രമാദമായിട്ടുള്ള പത്രങ്ങളിലൊക്കെ ഇത് എങ്ങനെയാണ് നരേറ്റ് ചെയ്യപ്പെട്ടത് നമ്മളെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ ഫ്രെയിമിങ് അഥവാ ഗ്യാസ് ലൈറ്റിംഗ്. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുമ്പം മനസ്സിലായല്ലോ, ഗ്യാസ് ലൈറ്റിംഗ് പലതരത്തിലും മീഡിയകളിൽ ഉപയോഗിക്കപ്പെടുന്ന നരേറ്റീവാണ്. അതായത് ആവർത്തിച്ച് ഒരു വിഷയം പറഞ്ഞ് പൊതുജനങ്ങളുടെ മനസ്സിൽ അത്
തെറ്റായ വിഷയമാണെങ്കിലും അതിനെ ശരിയായി ധരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഗ്യാസ് ലൈറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, മുട്ടിൽ മരമുറി കേസ്, ആ കേസിലെ പ്രതികൾ ആരൊക്കെയാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷെ ആ പ്രതികൾ റിപ്പോർട്ടർ എന്ന് പറഞ്ഞൊരു ചാനൽ അവർ എങ്ങനെ വിലയ്ക്ക് വാങ്ങിച്ചു? ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ചാനലാണ് റിപ്പോർട്ടർ ചാനൽ. ആ ചാനൽ അവർ വിലയ്ക്ക് വാങ്ങിക്കുന്നു. വിലയ്ക്ക് വാങ്ങിച്ച് വിത്തിൻ 1 വീക്കിൽ തന്നെ വളരെ മുൻനിരയിലുള്ള മാധ്യമ പ്രവർത്തകരെ എല്ലാം തന്നെ ഹയർ ചെയ്യുകയാണ്, പർച്ചേസ് ചെയ്ത് എന്നിട്ട് ആ ചാനലിലും ഇടുകയാണ്. ഇട്ടിട്ട് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ് മുട്ടിൽ മരമുറിയെക്കുറിച്ചുള്ള ന്യായീകരണങ്ങൾ പൊതുജനങ്ങളുടെ മധ്യേ വിളിച്ചു പറയാൻ വേണ്ടിയിട്ട്. വളരെ ക്രെഡിബിലിറ്റിയുള്ള മാധ്യമ പ്രവർത്തകരെ, മുൻനിരയിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരെ കൊണ്ട് ഈ പണി ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. ഇതൊരു തരത്തിലുള്ള ഗ്യാസ് ലൈറ്റിംഗ് ആണ്. ഞാൻ പറഞ്ഞു വരുന്ന ആ ഒരു മെത്തേഡ് മനസ്സിലായല്ലോ. ഇത് മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ ചെയ്യും. ജേർണലിസം എന്ന് പറഞ്ഞാൽ വളരെ പ്യൂറായിട്ടുള്ള ജേർണലിസം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഇങ്ങനെ ശമ്പളത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുമ്പോൾ പലതരത്തിലുള്ള കോപ്രായങ്ങൾക്ക് നിന്ന് കൊടുക്കേണ്ടി വരും. അങ്ങനെ നിന്ന് കൊടുക്കപ്പെട്ട മാധ്യമ പ്രവർത്തകർ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ. ഞാൻ ആരെയും പേരെടുത്ത് എണ്ണി പറയുന്നില്ല. അത് നിങ്ങൾക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. വാർത്തകളൊക്കെ കാണുന്ന വ്യക്തികളാണല്ലോ നിങ്ങൾ. അപ്പം അതായത് ഈ ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു കഥയിലൂടെ നമുക്കത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ബ്രാഹ്മണൻ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അവിടെ കർമ്മം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അയാൾക്ക് ഒരു ആടിനെ ഒരാൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ ആടിനെ തോളത്ത് വെച്ചിട്ട് ഇയാൾ നടന്നു വരികയാണ്. വരുന്ന സമയത്ത് ഈ ആടിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് 3 പേര് ചേർന്ന് പദ്ധതി ഇടുകയാണ്. അപ്പോൾ അവിടെ പ്രൊപ്പഗണ്ട ആയി. അപ്പോൾ ഈ 3 പേരും വേറെ വേറെ സ്ഥലങ്ങളിൽ ലൊക്കേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഈ ബ്രാഹ്മണൻ ഈ ആടുമായിട്ട് ഇങ്ങനെ കടന്നു വരുമ്പോൾ ആദ്യത്തെ വ്യക്തി എൻകൗണ്ടർ ചെയ്ത് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഈ പട്ടിയെ തോളത്തിട്ടുകൊണ്ട് പോകുന്നത്? അപ്പം ഈ പൂജാരിക്ക് ഒരു ഡൗട്ട് വരുന്നു. അത് നിങ്ങൾക്ക് എന്ത് ഭ്രാന്ത് വല്ലതും ഉണ്ടോ? അല്ല, ഞാൻ ആടിനെയാണ് തോളത്ത് വെച്ചിരിക്കുന്നത്, ഞാൻ പട്ടിയല്ല എന്ന് പറഞ്ഞിട്ട് തിരുത്തി പറഞ്ഞിട്ട് മുന്നോട്ട് നടക്കുകയാണ്. കുറേ ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റൊരു വ്യക്തി ഇടപെടുകയാണ്. എന്നിട്ട് പറയുകയാണ്, മറ്റൊരു മൃഗത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ആടിനെ ഉപമിച്ച് ചോദിക്കുകയാണ്. അതിനെക്കുറിച്ച് ഡൗട്ട്ഫുള്ളായിട്ട് നോക്കിക്കാണുകയും എന്നിട്ട് ഞാൻ ആടിനെയാണ് തോളത്തിട്ടിരിക്കുന്നത് പറഞ്ഞിട്ട് മുന്നോട്ട് നടക്കുകയാണ്. എന്നാൽ 3-ാമത്തെ ആൾ വീണ്ടും എൻകൗണ്ടർ ചെയ്തിട്ട് ഇതേപോലെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു കഴുതയെ തോളത്ത് ചുമക്കുന്നത്? സാധാരണ കഴുതയല്ലേ മനുഷ്യന്മാരെ ചുമക്കുന്നത് എന്നുള്ള ചോദ്യം ഉന്നയിക്കുകയാണ്. അവസാനം ഈ പൂജാരിക്ക് തന്നെ ഇതിൽ ഡൗട്ട് തോന്നിയിട്ട് ഞാൻ ശരിക്കും ആടിനെയല്ലേ കൊണ്ടുപോകുന്നത് എന്നുള്ള ഡൗട്ട് പൂജാരിക്ക് തന്നെ വരുന്നു. എന്നിട്ട് പൂജാരി ആ ആടിനെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഈ 3 പേരും കൂടി ചേർന്നിട്ട് ഈ ആടിനെ സ്വന്തമാക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്യാസ് ലൈറ്റിംഗ് നരേറ്റീവ്സ് മീഡിയ രംഗത്ത് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ പ്രധാനമായിട്ട് ഈ പൊളിറ്റിക്സിൽ പറയപ്പെടുന്ന വിഷയങ്ങളിൽ ജൂലിയസ് സീസറിൻ്റെ കഥ വായിച്ചവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ജൂലിയസ് സീസറിൻ്റെ അസാസിനേഷൻ ഒരു സെനറ്റ് ഹാളിൽ വെച്ചിട്ട് ഈ സീസറിൻ്റെ അസാസിനേഷൻ നടത്തുകയാണ്. അത് നടത്തിയിട്ട് ബ്രൂട്ടസ് വെളിയിൽ വന്നിട്ട് പറയുകയാണ്. അതായത് ഈ ജൂലിയസ് സീസർ വായിച്ചവർക്ക് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സീസറിൻ്റെ കൊലപാതകത്തിനെ കുറിച്ചുള്ള 2 തരത്തിലുള്ള നരേറ്റീവ്സ്. സീസറിൻ്റെ കൊലപാതകം നടത്തിയ ഉടനെ ഈ ബ്രൂട്ടസ് പുറത്തു വന്നിട്ട് പറയുകയാണ്, സീസർ റോം നഗരത്തിൻ്റെ ജനാധിപത്യത്തിനെ മറികടന്നുകൊണ്ട് ഒരു ഡിക്റ്റേറ്ററായിട്ട് വളർന്ന് പന്തലിച്ച് വരികയാണ്. അപ്പം സ്വയം വ്യക്തിപ്രഭാവത്തിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ പ്രവർത്തിക്കുന്നുണ്ട്. ഇയാൾ ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ റോം നശിക്കും. സോ എൻ്റെ പ്രാധാന്യം റോമാണ്, സീസർ അല്ല. അപ്പം അതുകൊണ്ട് ഈ കൊലപാതകം ശരിയാണ് എന്നുള്ള തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ബ്രൂട്ടസിനുണ്ടായിരുന്നത്. പക്ഷെ അതേസമയം മാർക്ക് ആന്റണിയുടെ ക്യാരക്ടർ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഈ മാർക്ക് ആന്റണി പറയുന്നത് വളരെ വ്യക്തമായിട്ട് സീസറിനെ ന്യായീകരിക്കുകയാണ് അവിടെ ചെയ്തത്. സീസർ ജീവിച്ചിരുന്ന സമയത്ത് മാർക്ക് ആന്റണി മോശപ്പെട്ട ഒരു വ്യക്തിയാണെന്നൊന്നും സീസർ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ അതേസമയം മാർക്ക് ആന്റണി വളരെ കൃത്യമായിട്ട് ചില പോയിന്റുകൾ അവിടെ എടുത്ത് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ മുറിവുകൾ, സീസറിന്റെ ശരീരത്തിലുണ്ടായിരുന്ന മുറിവുകളെക്കുറിച്ച് പോയിന്റ് ഔട്ട് ചെയ്ത് പിൻ പോയിന്റ് ആയിട്ട് സംസാരിക്കുകയാണ്. നിങ്ങൾ ഈ മുറിവ് കണ്ടോ? ഈ മുറിവ് പിന്നിൽ നിന്നും കുത്തിയതാണ്, ഈ മുറിവ് മുന്നിൽ നിന്നും കുത്തിയതാണ്. ഇത് എന്തിനാണ് ഈ മുറിവ് ഉണ്ടായത്? ഈ മുറിവ് ഉണ്ടായതിൻ്റെ പശ്ചാത്തലം എന്താണ്? ഈ മുറിവ് ഉണ്ടാക്കിയ വ്യക്തി ആരാണ് എന്നുള്ള രീതിയിൽ പേരെടുത്ത് പറഞ്ഞിട്ട് ഒരു സ്പീച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതായത് ബ്രൂട്ടസ് സംസാരിച്ച സമയത്ത് സീസറിന്റെ കൊലപാതകം അത് അനിവാര്യമായിട്ടുള്ളൊരു വിഷയമാണെന്ന് ബ്രൂട്ടസിനെ കൊണ്ട് പൊതുജനങ്ങളെയും അതേപോലെ തന്നെ സെനറ്റ് അംഗങ്ങളെയും ബോധ്യപ്പെടുത്താൻ സാധിച്ചു. അതേ ജനങ്ങൾ തന്നെ മാർക്ക് ആന്റണി സംസാരിക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും ഈ കോൺസ്പിറേറ്റർ ഈ ഒരു വലിയ കൊലപാതകത്തിനെതിരെ തിരിയുന്ന ഒരു സീനാണ് അവിടെ ക്രിയേറ്റ് ആവുന്നത്. ഇതാണ് നെറേറ്റീവ്. ഇവിടെയുള്ള പൊളിറ്റിക്സ് ആണ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. അതായത് ബ്രൂട്ടസ് സംസാരിച്ച സമയത്ത് സീസറിന്റെ കൊലപാതകം ശരിയാണെന്ന് വിശ്വസിച്ചിരുന്ന ജനങ്ങൾ മാർക്ക് ആന്റണി സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട്
ബ്രൂട്ടസിനെതിരെ തിരിയുന്ന ആ ഒരു സീനുണ്ട്. അതാണ് ഈ ജൂലിയസ് സീസറിൻ്റെ സ്റ്റോറിയിൽ വളരെ വ്യക്തമായിട്ട് അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മാധ്യമ നെറേറ്റീവ്സ്, ഈ നെറേറ്റീവ്സ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാഷിങ്ടൺ പോസ്റ്റിൽ റാണ എന്ന് പറഞ്ഞ വ്യക്തി എഴുതുകയാണ്, ഈ നീറ്റ് പരീക്ഷയെക്കുറിച്ചാണ് അവർ എഴുതുന്നത്. ശരിക്കും അവർ എഴുതുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ സ്റ്റുഡൻസ് മൂവ്മെൻറ്റ്സ് ആണ് ഈ നീറ്റ് പ്രകടനം നടത്തിയത്. ശരിക്കും സ്റ്റുഡൻസ് ആണോ നടത്തിയത്? ഒരിക്കലുമില്ല. ശരിക്കും നീറ്റ് പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത ആൾക്കാർ ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജിയുള്ള ശരിക്കും ഇടതുപക്ഷ സംഘടനകളുടെ സ്റ്റുഡൻസ്, വിദ്യാർത്ഥി സംഘടനയാണ് ഇതിൽ പങ്കെടുത്തത്. ഇത് ഡൽഹി JNU പോലത്തെ യൂണിവേഴ്സിറ്റികളിൽ വളരെയധികം സ്വാധീനമുള്ള സംഘടനയാണ് ഈ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ലെഫ്റ്റിസ്റ്റ് മൂവ്മെൻറ്റുകളാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഈ പ്രതിഷേധം നടത്തിയത്. അവിടെ ശരിക്കും ഇവർ പോലീസുകാർക്കെതിരെ കല്ലെടുത്തെറിഞ്ഞതോ അല്ലെങ്കിൽ പോലീസുകാരെ അടിക്കാൻ ശ്രമിച്ചതോ ഇതൊന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല. ഒരു പോലീസുകാരനെ കല്ലെടുത്തെറിയുമ്പോൾ പോലീസുകാരൻ ചിലപ്പോൾ ലാത്തി വീശിക്കഴിഞ്ഞാൽ ചിലപ്പം കുട്ടികൾക്ക് മുറിവേൽക്കുകയും അതിൽ നിന്നും ബ്ലീഡിങ് ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ബ്ലീഡിങ് ഉണ്ടാകുന്ന രംഗം, അതിനെ ഒരു ഫോട്ടോ എടുക്കുക, അതിനെ കൃത്യമായിട്ട് പ്രൊപ്പഗണ്ട ചെയ്യുക. അതായത് ഈ മുറിവ് എങ്ങനെ ഉണ്ടായി, ഇവിടെ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള നെറേറ്റീവ്സ് അതാണ് ഈ പ്രതിഷേധത്തിൽ ഉടനീളം അവിടെ പോയ വ്യക്തികളൊക്കെ സോഷ്യൽ മീഡിയ സ്വാതന്ത്ര്യമില്ല എന്ന് വാദിക്കും. അതേസമയം ഇവർ നടത്തുന്ന പ്രകടനങ്ങളെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഫുട്ടേജസ് അത് മൊത്തത്തിൽ ഇവർ തന്നെയായിരിക്കും സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്നത്. ട്വിറ്ററിൽ വന്ന രംഗങ്ങളായിക്കോട്ടെ, ഇൻസ്റ്റഗ്രാമിൽ വന്ന രംഗങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ പബ്ലിക് മീഡിയകളിൽ വന്ന രംഗങ്ങളായിക്കോട്ടെ, ഇതെല്ലാം തന്നെ എങ്ങനെയാണ് പുറത്തോട്ട് വന്നത്? അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലേ? മാധ്യമ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണല്ലോ പ്രൈം മിനിസ്റ്ററിൻ്റെ സ്പീച്ച് വരെ ഇവിടെ ബാൻ ചെയ്യപ്പെട്ടത്. അത്രയും മാധ്യമ സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യമാണ് ഇന്ത്യ. ഇവിടെ ഞാൻ ഇത് എടുത്ത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഈ റാണ എന്ന് പറഞ്ഞ വ്യക്തി വാഷിങ്ടൺ പോസ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്ന രംഗമാണ്. അതേ പ്രതിഷേധം നടത്താൻ വന്ന സ്റ്റുഡൻറ്റുകളെല്ലാം തന്നെ ശരിക്കും അവർ നടന്നു വന്നു. പലർക്കും ചെരുപ്പില്ലായിരുന്നു. അതുപോലെ പലരും ബനാനയും അവരുടെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് സ്നാക്സുമാണ് എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ അവരുടെ വീട്ടിൽ വേറെ ഭക്ഷണ സാധനങ്ങളൊന്നുമില്ല, ശരിക്കും ദാരിദ്ര്യമാണ് എന്നുള്ളത് അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ചെരുപ്പൊന്നുമില്ലാതെ ഇവർ ഡൽഹിയിലേക്ക് നടന്നാണോ പോയത്? ഈ സ്റ്റുഡൻസുകളെല്ലാം എവിടെ നിന്ന് എത്തി എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയുടെ സ്ഥാപകൻ എവിടെ നിന്ന് വന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അമേരിക്കയിൽ നിന്നാണ് വന്നത്. എങ്ങനെ നടന്നു വന്നോ അമേരിക്കയിൽ നിന്നും? അപ്പോൾ ഈ റാണ വളരെ വ്യക്തമായിട്ട് എഴുതി പിടിപ്പിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ പ്രൊപ്പഗണ്ട നെറേറ്റീവ് അല്ലെങ്കിൽ ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഫ്രെയിമിങ്സ് ആണ് മാധ്യമപ്രവർത്തകർ എന്ന് വിളിക്കപ്പെടുന്ന സോ കോൾഡ് ജേർണലിസ്റ്റുകൾ എഴുതി പിടിപ്പിക്കുന്നത്. അതും വാഷിങ്ടൺ പോസ്റ്റിലാണ് എഴുതുന്നത്. ലോകമെമ്പാടും പരമാവധി വായനക്കാരുള്ള, ഗ്ലോബൽ കമ്മ്യൂണിറ്റി വായനക്കാരുള്ള ഒരു പത്രമാണ് വാഷിങ്ടൺ പോസ്റ്റ്. അപ്പോൾ അവർ വായിക്കുമ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ സ്പെയിനിൽ നിന്ന് ഒരാൾ വായിക്കുന്നു, ഇല്ലെങ്കിൽ ഇറ്റലിയിൽ നിന്ന് ഒരാൾ വായിക്കുന്നു, ഇല്ലാന്നുണ്ടെങ്കിൽ ന്യൂസിലാൻഡിൽ നിന്ന് ഒരാൾ വായിക്കുന്നു. ഈ വാഷിങ്ടൺ പോസ്റ്റ് വായിക്കുമ്പോഴത്തേക്കും എന്തായിരിക്കും വായിക്കുക? അതായത് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് നടത്തുന്ന പ്രൊട്ടസ്റ്റ്. ഏത് സ്റ്റുഡൻറ്റ്? അത് അവിടെ വ്യക്തമായിട്ട് എഴുതി പിടിപ്പിക്കേണ്ടതാണ്. അത് അവർ എഴുതിയിട്ടില്ല. ജസ്റ്റ് കോമൺ ആയിട്ട് സ്റ്റുഡൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ കൃത്യമായിട്ട് ലെഫ്റ്റിസ്റ്റ് മൂവ്മെൻറ്റിലുള്ള സ്റ്റുഡൻറ്റുകൾ എന്നുള്ളത് ധരിപ്പിക്കണം. എന്നാൽ മാത്രമേ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അവർ എഴുതത്തില്ല. അങ്ങനെ എഴുതിയെങ്കിൽ പിന്നെ അവർ കൃത്യമായിട്ടുള്ള സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുന്ന ഒരു ജേർണലിസ്റ്റായിട്ട് മാറൂലേ? അതുപോലെ ഇന്ത്യയുടെ ദാരിദ്ര്യത്തിന് ചൂണ്ടിക്കാണിക്കുന്ന ഈ കപ്പലണ്ടി എടുത്തുകൊണ്ട് പോവുക, വീട്ടിലുള്ള സ്നാക്സും കൊണ്ടാണ് സമരത്തിന് പോയത്, പട്ടിണി കിടന്ന് സമരം ചെയ്തു, റോട്ടിൽ കിടന്ന് ഉറങ്ങി. ഇവിടെ സമരം ചെയ്യാൻ പോയ ആൾക്കാർ റോട്ടിൽ കിടന്ന് ഉറങ്ങി. അതായത് ഇന്ത്യയിൽ കംപ്ലീറ്റ് ഡെമോക്രസി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് ചോയ്സ് എല്ലാം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത്തരത്തിൽ ഇന്ത്യയെ പോർട്രേ ചെയ്യാണ്, അതിനാണ് ശ്രമിക്കുന്നത്. ആ എൻറ്റയർ ആർട്ടിക്കിളിൽ മൊത്തത്തിൽ ഇന്ത്യയെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് അവിടെ വന്നിരിക്കുന്നത്. അല്ലാതെ നീറ്റ് എന്ന് പറഞ്ഞൊരു വിഷയത്തിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നീറ്റിലുണ്ടായ അപാകതകൾ എന്താണെന്നും നീറ്റിലേക്ക് ഇനി എന്താണ് ഗവൺമെൻറ് സൈഡിലുള്ള കോൺട്രിബ്യൂഷൻ എന്നും നീറ്റ് പരീക്ഷ ഇനി ഏത് തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുവെന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളും അതിനകത്ത് പരാമർശിച്ചിട്ടില്ല. ഇനി അതിലുപരിയായിട്ട് ഈ പ്രതിഷേധം എത്ര ദിവസം നടന്നു, എത്ര പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്, ഇപ്പം നിലവിൽ ഈ കേസ് ഏത് അവസ്ഥയിലാണ് ഉള്ളത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരം നടത്തിയത്, ഇതുമായിട്ടൊന്നും ഒരു വിവരങ്ങളും അവിടെ പങ്കുവച്ചിട്ടില്ല. എന്താണോ പ്രൊപ്പഗണ്ട ഫ്രെയിമിങ്ങിന് വേണ്ട സാധനം, ഇന്ത്യയെ ടാർണിഷ് ചെയ്യുന്ന രീതിയിലുള്ള വാർത്ത എന്താണോ വേണ്ടത്, അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സെയിം ലൈക്ക് അൽ ജസീറ എഴുതുന്നത് പോലെ. അൽ ജസീറ തുടർച്ചയായിട്ട്, നിങ്ങൾ അൽ ജസീറ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇന്ത്യ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ മതി, 10 വാർത്തകൾ വരുന്നെങ്കിൽ 8 എണ്ണം ഇന്ത്യയെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടുള്ള വാർത്തയായിരിക്കും വരുന്നത്. കാരണം ആ മാധ്യമം അങ്ങനെയാണ് എഴുതുന്നത്. അവരുടെ നെറേറ്റീവ് ശൈലി അങ്ങനെയാണ്. അപ്പോൾ അൽ ജസീറ എടുത്ത് പോയിട്ട് ഇന്ത്യയെക്കുറിച്ച് നല്ലതായിട്ട് എഴുതണമെന്ന് പറയാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ച ഇസ്രായേലിൻ്റെ ഉള്ളിൽ
നഫ്താലി ബെന്നറ്റ് എന്ന് പറഞ്ഞ ഓപ്പോസിറ്റ് ലീഡർ, അത് ഓപ്പോസിഷൻ പാർട്ടി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ മത്സരിക്കുന്ന ഓപ്പോസിഷനാണ് പുള്ളിക്കാരൻ ഇത്തവണ ചൂസ് ചെയ്തിരിക്കുന്നത് ഈ ഖത്തറിൻ്റെ വിഷയമാണ്. പ്രത്യേകിച്ച് അൽ ജസീറയുടെ ഫണ്ടിങ്. അൽ ജസീറ അമേരിക്കയുടെ കോളേജുകൾക്കുള്ളിൽ ഒരു ഫണ്ട് ചെയ്ത് അവിടെ ഇവർക്ക് വേണ്ട ആൾക്കാരെ അവിടെ കൊണ്ട് പഠിപ്പിക്കുന്നു. ആ കോളേജിലേക്ക് തന്നെ അത്തരത്തിലുള്ള നെറേറ്റീവ് സൃഷ്ടിക്കുന്നുണ്ട്. ഇസ്രായേലിനെതിരെ ആന്റിസെമിറ്റിസം റാലികളൊക്കെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് അമേരിക്കയുടെ ഉള്ളിലുള്ള കോളേജുകളിലാണ്. കാരണം ഖത്തറാണ് ഏറ്റവും കൂടുതൽ ഫണ്ടിങ് പല കോളേജുകൾക്കും നടത്തിയിരിക്കുന്നത്. അതെല്ലാം തന്നെ ത്രൂ അൽ ജസീറയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഗ്ലോബൽ നെറേറ്റീവ്സ്, മീഡിയ നെറേറ്റീവ്സ്, ഇങ്ങനെ അതായത് ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പൂച്ചയാക്കുക, ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം തന്നെ ഈ മാധ്യമ പ്രൊപ്പഗണ്ട അജണ്ടയിൽ നടക്കുന്നു എന്നുള്ളതാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചത്. ഇതിനെയാണ് ഗ്യാസ് ലൈറ്റിംഗ്, അതേപോലെ തന്നെ ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. കാരണം മനുഷ്യൻ്റെ മെമ്മറി എന്ന് പറയുന്നത് വിഷ്വൽ ഓറിയൻറ്റഡ് ആണ്. എന്താണോ നിങ്ങൾ കാണുന്നത് അതാണ് നിങ്ങളുടെ ബ്രെയിനിൽ ഫീഡാകുന്നത്. അപ്പം എത്തരത്തിലുള്ള വിഷ്വൽസ് കാണിക്കണം, എന്ത് നിങ്ങളുടെ തലച്ചോറിൽ ഫീഡ് ചെയ്യണം എന്നുള്ളത് മാധ്യമപ്രവർത്തകൻ തീരുമാനിക്കും. അത്തരത്തിലുള്ള മാധ്യമപ്രവർത്തനമാണ് ഇന്ന് ഇന്ത്യക്കുള്ളിലായിക്കോട്ടെ, പ്രത്യേകിച്ച് കേരളത്തിനുള്ളിലായിക്കോട്ടെ, ഗ്ലോബലി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ശരിയായി കാണണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ഗാസയ്ക്കുള്ളിൽ ഇസ്രായേൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ തുടരുന്നുണ്ട്. അതുപോലെ ഇറ്റലി ഒരു പേടിയിൽ നിൽക്കുകയാണ്. കാരണം സ്പെയിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം ഇറ്റലിയെയും ഫ്രാൻസിനെയും ചിന്തിപ്പിക്കുന്നുണ്ട്. കാരണം ഇറ്റലിയിലും ഫ്രാൻസിലും ഇത്തരത്തിലുള്ള അധിനിവേശങ്ങൾ ഏത് സമയത്ത് വേണമെങ്കിലും നടക്കാം. ഞാൻ ഫ്രാൻസിൽ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് നടന്ന ഫുട്ബോൾ മാച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു കലാപം, അതിൻ്റെ ഒരു ദൃശ്യം ഞാനിവിടെ വെക്കുന്നുണ്ട്, കണ്ടോളൂ. അപ്പം ഇങ്ങനെ റെഫ്യൂജികളായിട്ട് കയറി വന്ന ആൾക്കാർക്ക് ഫ്രാൻസിൻ്റെ പാരീസ് എന്ന് പറഞ്ഞ നഗരത്തിൽ ഇങ്ങനെ അഴിഞ്ഞാടാൻ സാധിക്കുമെങ്കിൽ പാരീസ് എന്ന് പറഞ്ഞ ഫ്രാൻസ് എന്ന് പറഞ്ഞ രാജ്യത്തിനുള്ളിൽ അധിനിവേശം നടത്താൻ കുറഞ്ഞ സമയം മതി. ഇതൊക്കെ ഈ പാശ്ചാത്യ രാജ്യങ്ങൾ തിരിച്ചറിയുന്നത് വളരെ വൈകിയാണ്. ഇവർ വളരെ ഓപ്പണായിട്ട് ഞങ്ങൾ ഭയങ്കര ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ ഉള്ള ആൾക്കാരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള റെഫ്യൂജികളൊക്കെ ഇവർ വലിച്ചു കയറ്റിയത്. ഇപ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുന്നുണ്ട്. ഇല്ലയെന്നും പറയാൻ പറ്റത്തില്ല. ഇറ്റലിയിലെ ജോർജിയ മെലോണി പേടിച്ച് വിറച്ചിരിക്കുകയാണ്. കാരണം സ്പെയിനിൽ നടക്കുന്നവർ കാണുന്നുണ്ട്. ഈ സ്പെയിൻ, ഇറ്റലി, ഫ്രാൻസ് ഇതൊക്കെ ഒരുമിച്ച് കിടക്കുന്ന രാജ്യങ്ങളാണ്. ഫ്രാൻസിനും മൊറോക്കോയ്ക്കും വലിയ ദൂരമൊന്നുമില്ല. പകുതി മുക്കാൽ മൊറോക്കൻസിന് ഫ്രഞ്ച് ലാംഗ്വേജ് അറിയാം, സ്പാനിഷ് ലാംഗ്വേജ് അറിയാം. ഇവരെല്ലാം തന്നെ ഒരുമിച്ച് ഒരു കടൽ തീരത്ത് അപ്പുറത്തിപ്പുറത്തായിട്ടൊക്കെ കഴിയുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ ലെബനൻ്റെ ഉള്ളിൽ ഇസ്രായേൽ മാരകമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ലെബനൻ്റെ ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് അവിടേക്കും ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഗ്രീസിൽ വൈൽഡ് ഫയർ സ്പ്രെഡ് ആയിട്ടുണ്ട്. അതേസമയം ഇസ്രായേലിൻ്റെ അടുത്ത് ഈ ഗാസയുമായിട്ട് ബന്ധപ്പെട്ട ഹമാസ് നെഗോസിയേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഖത്തർ വീണ്ടും ഒരു പ്രൊപ്പോസൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഖത്തർ ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഇസ്രായേലിൻ്റെ ഓപ്പോസിറ്റ് പാർട്ടി, അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓപ്പോണൻ്റ് ആയിട്ടുള്ള നഫ്താലി ബെന്നറ്റ് ഖത്തറിനെതിരെ പറഞ്ഞ വിഷയത്തിനെതിരെ ഖത്തർ കണ്ടംപ്റ്റ് ചെയ്തുകൊണ്ട് ഖത്തർ രംഗത്ത് വന്നിട്ടുണ്ട്. ഖത്തർ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെതിരെ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു ആൻറ്റി-സെമിറ്റിസം മോഡൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നില്ല. അതുപോലെ തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള മീഡിയേഷനാണ് ഖത്തർ നയിച്ചത്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ബന്ദികൾ ഹമാസിൻ്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ബന്ദിമോചനത്തിനായി ഖത്തർ വളരെയധികം എഫേർട്ട് ഇട്ട് മീഡിയേഷൻ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ ഖത്തർ പറയുന്നുണ്ട്. മീഡിയേഷൻ്റെ മറ്റൊരു സൈഡിൽ നഫ്താലി ബെന്നറ്റ് പറയുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ അത് ഒരു പരിധിവരെ ഹമാസിനെയും കൂടി രക്ഷപ്പെടുത്താനാണ്, അല്ലാതെ ഇസ്രായേലിന് വേണ്ടി മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഖത്തർ നടത്തുന്ന ഫണ്ടിങ്സ് ആണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. ഇസ്രായേലിനെതിരെയാണ് ഖത്തറിൻ്റെ ഫണ്ടിങ് എന്നുള്ളതിൻ്റെ തെളിവ് സഹിതമാണ് നഫ്താലി ബെന്നറ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനൊന്നും ഖത്തറിന് ഉത്തരവൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റുകളാണ് മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കി കാണേണ്ടത് ഈ ഗ്യാസ് ലൈറ്റിംഗ് അഥവാ ഫ്രെയിമിംഗ് എന്ന് പറഞ്ഞ നെറേറ്റീവ്. അപ്പോൾ അത് ഗ്ലോബൽ മീഡിയ എങ്ങനെയാണ് ഇന്ത്യയെക്കുറിച്ച് റോങ് ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കുന്നത്, അതിന് കാരണകർത്താവായിട്ടുള്ള എഴുത്തുകാരൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വാഷിംഗ്ടൺ പോസ്റ്റിൽ എഴുതിയത് നമ്മളിവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സൗദി അറേബ്യയുടെ ജിയോ പൊളിറ്റിക്കൽ ചേഞ്ച്, ഒരു മാരിടൈം സെക്യൂരിറ്റി ഫോഴ്സ് അവർ സ്ഥാപിക്കുന്നുണ്ട്. 14 രാജ്യങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം സൗദി അറേബ്യ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ മാത്രമല്ല ബാബൽ മന്ദേബിൽ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട്, അവരുടെ ട്രാൻസ്പോർട്ടേഷൻ തടസ്സപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം, വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് നമ്മളത് നോക്കിയത്. അതുപോലെ തന്നെയാണ് ഇസ്രായേൽ ഖത്തറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുതിയ ഇൻ്റർപ്രിട്ടേഷൻ, അത് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ഇത്തവണ പുറത്തു വരുന്നുണ്ട്. ഇനി അഥവാ നഫ്താലി ബെന്നറ്റ് ഇസ്രായേലിൻ്റെ ഉള്ളിൽ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഖത്തറിനെ ഒരു പ്രഖ്യാപിത ശത്രുവായിട്ട് തന്നെ പ്രഖ്യാപിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ ഇസ്രായേലിൻ്റെ നഫ്താലി ബെന്നറ്റിൻ്റെ ഗവൺമെൻറ് മുന്നോട്ട് ചലിക്കാൻ പറ്റുള്ളൂ. കാരണം നഫ്താലി ബെന്നറ്റ് അത് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ്
ഇലക്ഷന് മുന്നേ കൂട്ടിയ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതുകൊണ്ട് തന്നെ നഫ്താലി ബെന്നറ്റ് വിജയിച്ചു കഴിഞ്ഞാൽ ഖത്തർ ഇസ്രായേലിന്റെ ശത്രുവായിട്ട് മാറും, അത് ഉറപ്പാണ്. ഇപ്പം ശരിക്കും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിൽ അത് ഡയറക്റ്റ് അലിഗേഷൻ, ഡയറക്റ്റ് എൻകൗണ്ടർ വിഷയങ്ങളായിട്ട് അത് മാറും. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വിഷയമാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.